ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ +2കാർക്കുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് +2 ഓണ പരീക്ഷയുടെ ടൈം ടേബിളില് വൻ മാറ്റമാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ടൈം ടേബിൾ വഴി പരീക്ഷ എഴുതാനായിട്ട്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്കൊരു അയവ് അല്ലെ, നിങ്ങൾക്കൊരു ഗ്യാപ്പ്, നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാൻ സമയം അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈം ടേബിളിൽ വന്നിരിക്കുന്ന മാറ്റം അറിയാൻ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആൻഡ് ഓൾസോ ഈ അപ്ഡേറ്റ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണടാ? 18-ാം തീയതി തിങ്കളാഴ്ചയാണ് അല്ലെ. അന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് എന്തുണ്ട്? അതായത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് പരീക്ഷയുണ്ട്. 19-ാം തീയതി രാവിലെ നമ്മുടെ പഴയ ടൈം ടേബിൾ പ്രകാരമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷ എഴുതണമായിരുന്നു. അന്ന് തന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ മാത്സ് പരീക്ഷ എഴുതണമായിരുന്നു. പക്ഷേ ടൈം ടേബിളിൽ മാറ്റം വന്നില്ലേ? അതായത് 19-ാം തീയതി രാവിലെ നിങ്ങൾക്ക് പരീക്ഷയില്ല. 19-ാം തീയതി ഉച്ചയ്ക്ക് നിങ്ങൾ ഒരൊറ്റ എക്സാം മാത്രം എഴുതിയാൽ മതി. അത് മാത്സ് മാത്രമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷ ആ ഒരു ദിവസം മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ബുധനാഴ്ച നമുക്ക് എന്ത് വരുന്നുണ്ട്? യെസ്, ഉച്ചയ്ക്ക് ബയോളജി പരീക്ഷ വരുന്നുണ്ട്. വ്യാഴാഴ്ച നിങ്ങൾക്ക് ലീവാണ്. അതൊരു ഗ്യാപ്പ് കിട്ടി എന്ത് പഠിക്കാൻ? ഫിസിക്സ് പഠിക്കാൻ. കാരണം 22-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഫിസിക്സ് പരീക്ഷയാണുള്ളത്. 22-ാം തീയതി വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പിന്നെ നിങ്ങൾക്ക് അടുത്ത ചൊവ്വാഴ്ച 26-ാം തീയതി മാത്രമേ പരീക്ഷയുള്ളൂ. അന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷ വരുന്നത്. അതായത് 19-ാം തീയതി രാവിലെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് പരീക്ഷ നിങ്ങൾക്ക് 26-ാം തീയതി ഉച്ചയ്ക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസം 2 പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് ഗ്യാപ്പ് ഉണ്ടല്ലേ. 22-ാം തീയതിക്ക് ശേഷം 26-ാം തീയതി മാത്രമേ പരീക്ഷയുള്ളൂ. അന്നാണ് നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എഴുതേണ്ടത് കേട്ടോ. 26 കഴിഞ്ഞാൽ 27-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കെമിസ്ട്രി പരീക്ഷയാണുള്ളത്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ ഇംഗ്ലീഷും കെമിസ്ട്രിയും പഠിക്കാനായിട്ട് നിങ്ങൾ എടുക്കണം. കെമിസ്ട്രിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ലീവാണ് കുറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ 2 പരീക്ഷ ഒരു ദിവസം എഴുതേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ഇംഗ്ലീഷും മാത്സും ആണ്. ഇംഗ്ലീഷ് A+ നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള പരീക്ഷയാണ്. മാത്സ് വളരെ കടുകട്ടിയുള്ള ഒരു സബ്ജക്റ്റ് ആണ്, പഠിക്കാൻ സമയം വേണം. ഓക്കെ, അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഒഴിവായിട്ടുണ്ട്. ചൊവ്വാഴ്ച 19-ാം തീയതി നിങ്ങൾ ഉച്ചയ്ക്ക് മാത്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അന്ന് വരേണ്ടിയിരുന്ന പരീക്ഷ മാറ്റിയിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് 26-ാം തീയതി ഉച്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു അയവ് കിട്ടിയിട്ടുണ്ട്, ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ മാത്സ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടാണ് അവര് ഈ ഒരു ടൈം ടേബിളിലൂടെ മാറ്റം വരുത്തിയിട്ട് പരിഹരിച്ചിട്ടുള്ളത്. സോ മക്കളെ, ഈ ഒരു മാറ്റം നിങ്ങളെ മനസ്സിൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് വലിയ രീതിയിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാമെന്നല്ല. ഓക്കെ, ഒന്നുകൂടി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും പഠിക്കാൻ അനുവദിച്ചിട്ടുണ്ട് അവര് അല്ലെ. അതിനുള്ള സമയമാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് നല്ല മാർക്ക് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള അപ്ഡേറ്റുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് മാക്സിമം ഫ്രണ്ട്സിനെ അപ്ഡേറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി കാണാം. Till then, bye.